ഈ നല്ല നേരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇപ്പോഴും നമ്മളൊരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 18-ാം അധ്യായം 2-ാം വാക്യം. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും, എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. യേശു നമ്മുടെ കോട്ടയാണ്, പരിചയമാണ്, ഗോപുരമാണ്. പിന്നെ അതുപോലെ ശരണമാകുന്ന കർത്താവാണ്. പിന്നെ അതുപോലെ കോട്ടയുമാണ്, നമുക്ക് കോട്ടയായിരിക്കുന്നു. സൈന്യങ്ങളിൽ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. നമുക്കൊരു കോട്ടയായിരിക്കുന്ന, ഒരു മറവിടമായിരിക്കുന്ന കർത്താവ്. നമ്മൾക്ക് പലപ്പോഴും നമ്മൾ ഓർക്കും ഈ കാര്യം നടക്കുന്നില്ല, എന്താ ചിന്തിക്കുമ്പോൾ നമുക്ക് യേശു കോട്ടയായിരിക്കുന്നു. കോട്ടയായിരിക്കുന്നു, തമിഴ് പറയും ഒരു ദുർഗമായിരിക്കുന്നു, കേടകം. അപ്പോൾ അതുപോലെ നമ്മൾ കർത്താവിനെ ആശ്രയിക്കുമ്പോൾ കർത്താവ് നമുക്ക് അനുഗ്രഹം നൽകി തരും. അവൻ നമ്മെ മറക്കുന്ന കർത്താവല്ല. അവൻ നമ്മളെ എല്ലാം ഉള്ളതുപോലെ അറിഞ്ഞിരിക്കുന്നു. നമ്മൾ ചോദിക്കും മുൻപേ നമ്മുടെ ആവശ്യങ്ങൾ എന്നാന്ന് കർത്താവ് അറിഞ്ഞിരിക്കുന്നു. യഹോവ എൻ്റെ ശൈലം, എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകൻ. കർത്താവ് എൻ്റെ രക്ഷകൻ, യഹോവ എൻ്റെ രക്ഷകൻ എന്ന് പറയാം. എൻ്റെ ദൈവമാണെന്ന് പറയാം. ശരണമാക്കുന്ന എൻ്റെ പാറയാണെന്ന് പറയാം. ഒരു കോട്ട, റോക്ക്, പാറ, റോക്ക് ദ മ്യൂസിക്. എൻ്റെ പരിചയം എൻ്റെ രക്ഷയാകുന്ന കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. കർത്താവ് നമുക്ക് ഒരു കൊമ്പായിരിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും, ആശീർവദിക്കും. ഈ വാക്യം ഒന്നുകൂടെ വായിക്കാം. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും, എൻ്റെ ദൈവം ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയം എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. എത്ര നല്ല വാക്യം. രാവിലെ നമ്മൾ ഈ വാക്യം ധ്യാനിക്കുമ്പോൾ നമുക്ക് കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആനന്ദം അധികമാണ്. ഈ വാക്യപ്രകാരം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് എൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന കാര്യങ്ങളെല്ലാം യേശു വിടുവിച്ചു. അതിനെല്ലാം യേശു വിടുവിക്കുന്ന കാര്യം എന്താണ്? അവൻ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയായിരിക്കുന്ന കർത്താവ്. അനുഗ്രഹിക്കുന്ന കർത്താവിനെ നമ്മൾ മുറുകെ പിടിക്കാം. അവൻ്റെ വരുവനെ എഴുതുകൊള്ളപ്പെടാം. അവൻ പറയുന്ന പോലെ യേശുപ്പച്ചൻ പറയുന്ന പോലെ കേൾക്കാം. യേശുപ്പച്ചൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ദൈവം സന്തോഷ സമാധാനം നൽകി തരുന്നു. ആ വാക്യപ്രകാരം നമുക്ക് ജീവിക്കുവാൻ കർത്താവ് കൃപ നൽകി തരുമാറാകട്ടെ. ഈ വാക്യത്തിൽ പറയുന്നത് സൈന്യങ്ങളിൽ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. സങ്കീർത്തനം 46:7-11 പറയുന്നുണ്ട്. അപ്പോൾ ഈ വാക്യം ഒരുപോലെ വരും. അത് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതുകൊണ്ട് ഈ വാക്യം ഒരുപോലെ വരും. സങ്കീർത്തനം 46:7 വാക്യവും ഈ വാക്യവും കർത്താവ് നമ്മളെ ഈ ദിവസത്തിൽ അനുഗ്രഹിക്കട്ടെ. ആമീൻ, ആമീൻ.